Royal Bazaar, one destination for every home need. 100% quality groceries, fruits, stationery items എല്ലാം ഓഫറുകളോടെ തന്നെ ഇവിടെ ലഭ്യമാണ്. സ്വന്തം ബേക്ക് ഹൗസിൽ തയ്യാറാക്കിയ കേക്ക്, സ്നാക്സ്, പേസ്ട്രീസ്. ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം. റോയൽ ബസാർ, മെയിൻ റോഡ്, ചേലക്കര. റോയൽ ബസാർ, the one-stop solution for your home essentials. LDF ഭരിക്കുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയുടെ വാർഡിൽ പോലും റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ദുരിതം പേറി ജനങ്ങൾ. ഒരു വർഷത്തിലേറെയായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് 14-ാം വാർഡ് വില്ലേജ് പരിസരത്തെ പഴയ പോസ്റ്റ് ഓഫീസ് ജയന്തി റോഡിലൂടെയുള്ള യാത്രികരെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. റൈറ്റ് വിഷൻ പരമ്പര തുടരുന്നു. കുഴികിടക്കും ടയറോടും. ജലജീവൻ മിഷന്റെ പൈപ്പ് ഇടാൻ വേണ്ടിയാണ് റോഡ് പൊളിച്ചിട്ടത്. എന്നാൽ ജലജീവൻ മിഷൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ സജ്ജമാക്കാൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നും ആരോപണമുണ്ട്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും തൃപ്തികരമല്ലാത്ത ന്യായീകരണങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് മുൻ വാർഡ് മെമ്പറും പ്രദേശവാസിയുമായ KK ഫസലു തുറന്നടിച്ചു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മാത്രമല്ല, മുഴുവൻ റോഡുകളുടെയും അവസ്ഥ ദുരിതപൂർണമായ അവസ്ഥയാണ്. കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന ജലജീവൻ മിഷൻ അത് പൂർണ്ണമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ സജ്ജമാക്കാൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. മഴ പെയ്താൽ വെള്ളക്കെട്ടും മഴ തോർന്നാൽ റോഡിലേക്ക് ഒലിച്ചെത്തുന്ന കല്ലും മണലും അപകടങ്ങൾ വരുത്തിവെക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പരാതിയുണ്ട്. വലിയ വികസനമെന്ന് കൊട്ടിഘോഷിക്കുന്ന പാഞ്ഞാൾ പഞ്ചായത്തിലാണ് സഞ്ചാര സ്വാതന്ത്ര്യം പോലും അപകടത്തിലാക്കുന്ന ഇത്തരം സംഭവമെന്നും ആക്ഷേപം. റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ജലജീവന്റെ പൈപ്പ് ലൈന് വേണ്ടി കീറി ഇന്ന് അത് പൂർണ്ണതോതിൽ അത് സജ്ജമാക്കാൻ ഇന്ന് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കരാറുകാരൻ ഇട്ടെറിഞ്ഞു പോയി എന്നും അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഈ ജലജീവനുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ട റോഡുകൾ ഇന്ന് ജനങ്ങൾക്ക് സുഖമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുകയാണ്. ക്വാറി മാഫിയയുടെ ടോറസുകൾ തടസ്സമില്ലാതെ കടന്നുപോകാനുള്ള നടപടികളാണ് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് എന്നും പാവപ്പെട്ടവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ല എന്നും KK ഫസലു ആരോപിച്ചു. ഇന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ കോറി മാഫിയകൾക്ക്, വൻകിട മുതലാളിമാർക്ക് അവർക്ക് സുഖമായി സഞ്ചരിക്കുന്നതിനും അവരുടെ വൻകിട പദ്ധതിയുമായി അല്ലെങ്കിൽ ആ മാഫിയക്ക് സുഖമായി അവരുടെ ടോറസ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും അതിന് വേണ്ട തീരുമാനങ്ങളും അതിന് വേണ്ട ഒത്താശയും ചെയ്തുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രവർത്തനങ്ങളും അവർക്ക് കൈത്താങ്ങാവേണ്ട പദ്ധതികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ റോഡ്, വെളിച്ചം അതിന്നൊക്കെ മാറി ഭരണസമിതി ഇന്ന് സദേൺ സഹാറ ഗ്രൂപ്പിന് ഒത്താശ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ലോഡ് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് അവരുടെ മുഖ്യ പരിഗണന. പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്രയിക്കുന്ന റോഡുകൾ അത് പൂർണ്ണതോതിൽ സജ്ജമാക്കാനും അത് വൃത്തിയായി സംരക്ഷിക്കപ്പെടാനും ഇന്ന് ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾ, എല്ലാ വാർഡിലെയും ജനങ്ങൾ ഈ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLAയും MP യും മുഴുവൻ സംവിധാനങ്ങളും ഭരണവും സംസ്ഥാന ഭരണവും ഉണ്ടായിട്ട് പോലും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോറി മാഫിയകൾക്ക് അവർക്ക് അവരുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ പോകുന്ന റോഡ് നന്നാക്കാമെങ്കിൽ ഈ ഭരണസമിതി അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കൂടി അവർക്ക് നമ്മുടെ കയ്യിലുള്ള പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡുകൾ പോലും അവർക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് അവരെ ഏൽപ്പിക്കണമെന്നാണ് ഇതോടൊപ്പം പറയാനുള്ളത്.
പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിക്ക് പഞ്ചായത്തിലെ ഇത്തരം തകർന്ന റോഡുകൾ നന്നാക്കാൻ കഴിവില്ലെങ്കിൽ മറ്റു റോഡുകളും ക്വാറി മാഫിയയെ ഏൽപ്പിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിപ്പോൾ ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഒന്നിച്ചില്ല കൊല്ലായി കിടൽ തുടങ്ങിയിട്ട് ഈ പൈപ്പ് ലൈൻ വന്നതിൻ്റെ ശേഷം അങ്ങനെ തന്നെ അപ്പോൾ ഒരു വണ്ടി വരണം ഇങ്ങോട്ട് നിന്ന് വരണമെന്ന് വെച്ചാൽ ഒരു വണ്ടി ഇവിടെ നിൽക്കണം എന്നിട്ട് അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചാൽ ഈ വണ്ടി കയറുക അങ്ങനെ നിൽക്കുന്നത് കുറേ നാളുകളായി. ഇതേ ഒട്ടനവധി വാഹനങ്ങൾ പോകണം ഒക്കെ തിരിഞ്ഞു മറിഞ്ഞിട്ട് പോകണിപ്പോൾ വളരെ ബുദ്ധിമുട്ട്. അതൊന്ന് ശരിയായി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഭയങ്കര അപകടമാണ്. എത്ര വണ്ടികളെ വീണാണെന്ന് അറിയാം ഈ കഴിഞ്ഞ മഴ സമയത്ത് എത്ര എണ്ണം. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.